അല്ല ഇത് അതിന് പറയാം. ഇത് തന്നെയല്ലേ സർ ഇത് താങ്കൾ കേരളത്തിൽ അത് പറയാതെ ഞാൻ ഒന്നും ഇടപെട്ടോട്ടെ സർ. ഇത് തന്നെയല്ലേ ബംഗാളിൽ നടന്നത്? നമ്മൾ ചർച്ച ചെയ്ത അറിഞ്ഞുകൂടാ നമുക്ക് ബംഗാളിൽ പോകാനുള്ള നമുക്ക് ചർച്ച ചെയ്യാം സർ. TMCക്കെതിരെയുള്ള ഒരു കുടിപ്പക പോലെ ഇവിടെ CPM-നുള്ളത് കോൺഗ്രസിനെതിരെയുള്ള ഒരു കുടിപ്പകയാണ്. അല്ലാതെ ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഞാൻ പാർട്ടിയുടെ അനുഭാവിയായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള ചെറുവിദ്യകളിൽ കൂടി നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. തികച്ചും അത് രണ്ടു തരത്തിലുള്ള ഇത്, ഒന്ന് കോൺഗ്രസിലെ പുതിയ കോൺഗ്രസ് സർക്കാരിനെ ആക്രമിക്കുന്നതിനും പ്രത്യേകിച്ച് സതീശനെ പേരെടുത്ത് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിനും സഖാവ് പിണറായി വിജയന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിനും ഉള്ള ഒരു ശ്രമം കൂടി ആയിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, കാരണം അത് പറയേണ്ടത് നമ്മൾ മുൻകൂട്ടി പറയുകയാണ്. CPM-നുള്ളിൽ ദേശീയ തലത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രവണതകളിൽ ഒന്ന്, നാം BJP-യെയും കോൺഗ്രസിനെയും തുല്യ ദൂരത്തിൽ ഒരുമിച്ച് ഒരേ സമയത്ത് എതിർക്കണം എന്ന പ്രബലമാവുന്ന ഒരു ധാര വീണ്ടും വരികയാണ്. അതിന്റെ തലപ്പത്ത് പിണറായിയുടെ ഈ പരാജയത്തിൽ പിണറായിയുടെ ഉത്തരവാദിത്വം കുറച്ചു കാണാൻ തയ്യാറുള്ള സഖാക്കളുമാണ്. താങ്കൾ ഡൽഹിയിലാണ്, ഇനി ഈ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. ഇനിയും നമ്മൾ സംസാരിക്കുകയാണ് ഇതിനെപ്പറ്റി, എങ്ങനെയാണ് CPM-ന്റെ ഭാവിയിലെ രാഷ്ട്രീയം ഉയർത്തിരിക്കുന്നത്. അപകടകരമായ ഒരു ഒറ്റപ്പെടലിലേക്കാണ് അത് നയിക്കുക. അതുകൂടി ഞാൻ പറയാം. കാരണം അവർ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് പഴയ തകർന്ന മൂന്നാം മുന്നണി എന്ന അപകടകരമായ രാഷ്ട്രീയ ഐക്യമുന്നണി സിദ്ധാന്തത്തിലേക്കാണ്. ഒരു സാങ്കത്യവും ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ഇല്ലെന്ന് നമുക്കൊക്കെ അറിയാം സർ. പ്രാഥമിക ബോധമുള്ളവർ പോലും ഒരിക്കലും മൂന്നാം മുന്നണിയെ പറ്റി പറയുന്നില്ല. അല്ല, അതിന് അവരെ സഹായിക്കുന്ന 3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ഈ ഇന്നലെ നടന്ന റെയ്ഡിനോടുള്ള കോൺഗ്രസിന്റെ മൗനം, കുറ്റകരമായ മൗനം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിലേക്ക് പോകുന്നത്? കോൺഗ്രസിന്റെയും മുഖ്യമന്ത്രിയുടെയും കുറ്റകരമായ മൗനം. 2, ഇവർക്ക് കോൺഗ്രസുമായി രാഷ്ട്രീയമായി അകന്നു നിൽക്കുന്ന ശ്രീ സ്റ്റാലിന്റെയും കെജ്രിവാളിന്റെയും മമതയുടെയും കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ. ഇത് നിങ്ങൾ കൂട്ടി വായിക്കണം. എന്നാൽ ഈ ദേശീയ രാഷ്ട്രീയവും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി കൂട്ടി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഈ പറയുന്ന രീതിയിലുള്ള എന്താ പറയുക, കേരള അടുക്കള രാഷ്ട്രീയം മാത്രം നമ്മളുടെ സമയം അതിനുവേണ്ടി സമയം കളയും. അതുകൊണ്ട് ഇതിന് ദേശീയ പ്രത്യാഘാതങ്ങളുണ്ട് 2 തരത്തിൽ. CPM-നകത്ത് നടക്കുന്ന ഉൾപാർട്ടി സമരം എന്ന് ഞാനിപ്പോ വിളിക്കുകയാണ്. താങ്കൾ ധൈര്യപൂർവ്വം ഇത് പറയാൻ വേഷം. ഉൾപാർട്ടി രൂപത്തിൽ ഇത് പ്രത്യാഘാതമുണ്ട്, ദേശീയ തലത്തിൽ പ്രത്യാഘാതമുണ്ട്. CPM ഒരു പ്രധാന ശക്തിയല്ല രാഷ്ട്രീയത്തിൽ, അതുകൂടി മറക്കരുത്. കാരണം CPM-ന് ശക്തിയുള്ള സമയത്തായിരുന്നു മൂന്നാം മുന്നണിയുടെ ചർച്ച വരുന്നത്, ഓർമ്മയുണ്ടോ? അപ്പോൾ അതുപോലും ഇല്ലാത്ത വളരെ ഒറ്റപ്പെട്ട് കേരളത്തിൽ മാത്രം ഒരു വലിയ ബഹുജനാടിത്തറയുള്ള ഒരു പാർട്ടി ഇത്തരത്തിലുള്ള മൂന്നാം മുന്നണിയുടെ പുറകെ പോകുന്നത് സർവനാശത്തിനും ആത്മഹത്യക്കും തുല്യമായിരിക്കും. അതായത് ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ പിളർന്ന് ഫാസിസ്റ്റുകൾക്ക് ഇന്ത്യ തുടർന്നും ഭരിക്കാനുള്ള അവസരം ഒരുക്കുകയും അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ അടവുകൾ അതൊരിക്കലും മേ ബി സ്റ്റാലിൻ അവരുടെ കൂടെ കൂടിയേക്കും. പക്ഷേ വടക്കേന്ത്യ ഒരു പാർട്ടിയും അങ്ങനെയുള്ള ഒരു മൂന്നാം മുന്നണിക്ക് മുതിരില്ല. അതിന് കാരണം ഇപ്പോൾ തന്നെ അവരൊക്കെ വളരെ ദുർബലരാണ്. ഇത് മൂന്നാം മുന്നണിയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫണ്ട് ചെയ്യാനോ വളരെ കുറച്ചുപേരെ മുന്നോട്ട് വരത്തുള്ളൂ. പിന്നെ അവർ എനിക്കറിയില്ല അതെങ്ങനെയാണ് വരിക എന്ന്. പക്ഷേ പശുപാല് പൊക്കുന്നത് അല്ല, അങ്ങനെ ഒരു സ്വപ്നം കാണുന്നവർ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് സ്വപ്നമാണോ ഇല്ലെന്ന് അറിയില്ല. അത് സ്റ്റാലിനിന്റെ ശക്തി എത്രയാണ്. പറഞ്ഞോട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ. ഹിന്ദി ഹെഡ്ലാൻഡിന്റെ ഇന്നത്തെ പൊളിറ്റിക്സിനെ പറ്റി എനിക്ക് തോന്നുന്ന യാതൊരു അവബോധവും ഇല്ലാത്തവരാണ് അങ്ങനെ സ്വപ്നം കാണുന്നത്, അങ്ങനെ ശ്രമിക്കുന്നവർ പോലും എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്.
ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്ത് ഇതുപോലെ ഓരോ പാർട്ടികളെയും നശിപ്പിക്കാൻ അവർക്ക് അറിയാം വളരെ കൃത്യമായി. അത് അവർ വളരെ വെടിപ്പോടുകൂടി ചെയ്യുകയും ചെയ്യും. നിങ്ങൾ വീണ്ടും കോൺഗ്രസ് പണ്ട് ഭരിച്ച പോലെ BJP-യെ വർഷങ്ങളോളം ഭരിക്കാൻ അനുവദിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെറും സെൽഫിഷ് മോട്ടീവ്, അവരുടെ ആ പാർട്ടിയിലെ അപ്രമാദിത്വം അല്ലെങ്കിൽ അവരുടെ സ്ഥാനം അതുപോലുമല്ല, അതിനും ചെറുതാണ്. പാർട്ടിയുടെ അപ്രമാദിത്വം പോലുമല്ല, കേരള ഘടകത്തിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിമുക്തനാക്കാനുള്ള സംഘത്തിന്റെ താല്പര്യങ്ങൾ മാത്രമേ മാത്രമായിരിക്കും അതിന്റെ പുറകിൽ എന്നാണ് എനിക്കൊരു മനസ്സിലാക്കുന്നത്. അതന്നെ സാർ, അത് തികച്ചും ആത്മഹത്യാപരമായിരിക്കും. ദേശീയപരമായി CPM-നെ അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ അല്ലാതെ ഇനിയിപ്പോ ഞാൻ പറയാമല്ലോ, ഞാൻ എന്റെ വിലയിരുത്തൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയല്ല പാർട്ടി മുഴുവൻ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിനും അതിന്റെ ഭാഗമായി ഇമ്പാക്റ്റിന് വേണ്ടിയുള്ള ഇത്തരം ചെറിയ എന്താ പറയുക അക്രമത്തിനെയും ഒക്കെ വളരെ സാധാരണവൽക്കരിക്കുകയാണെങ്കിൽ, അതാണ് ഇന്ന് ശ്രമിച്ചത്. സിറാജ് പറയുന്നത്, സിറാജ് ഒരു തട്ടുപൊളിപ്പൻ രാഷ്ട്രീയത്തിന്റെ ആളാണ്. അദ്ദേഹം പുസ്തകം വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഗോവിന്ദൻ മാസ്റ്ററിനേക്കാൾ ഉയർന്ന സൈദ്ധാന്തികനാണെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. അത് കാര്യമില്ല. അത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം തികച്ചും വൈകാരികമായി പിണറായിയും പ്ലസ് ഗോവിന്ദൻ മാസ്റ്ററും കൂടി എങ്ങനെ സിദ്ധാന്തം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കാര്യത്തിനപ്പുറം ഞാൻ പക്ഷെ CPM-ൽ അത് പറയാത്തവരുണ്ട്. കാരണം എനിക്ക് മുഹമ്മദ് റിയാസിന്റെ ഇന്നലത്തെ പേരെടുത്ത് പറഞ്ഞ് RSS-കൾ എനിക്ക് വളരെ കേട്ടപ്പോൾ വളരെ ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ ഈ RSS BJP-യുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് അപൂർവമായി ഇന്നലെ കേട്ടു. പക്ഷേ അതേപോലെ തന്നെ ശ്രീ രാകേഷ് താങ്കൾ പറഞ്ഞ അതേ സംഗതി പിന്നെയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് രാകേഷിനെ താങ്കൾ ശ്രമിക്കണം. രാകേഷിനെ നമ്മളെ പോലെയുള്ള ഒരു ഗൗരവമുള്ള സംഭാഷണത്തിൽ കൊണ്ടുവരരുത്. അദ്ദേഹം തികച്ചും ജനങ്ങൾ അംഗീകരിക്കാത്ത, ഉൾക്കാമ്പില്ലാത്ത, വെറും ആശ്രിത രാഷ്ട്രീയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നയാളാണ്. അത് അദ്ദേഹത്തോട് സ്നേഹം കൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറയുന്നതിന്റെ എല്ലാം ഓരോ തവണ അദ്ദേഹം വായ തുറക്കുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു മുഖത്തടിയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ദേശീയവും ഒരു പാർട്ടിയുടെ ശരിക്കുമുള്ള ദേശീയ താല്പര്യങ്ങളും സംസ്ഥാന താല്പര്യങ്ങളും എങ്ങനെ കൂട്ടിയിണക്കി താങ്കൾ ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങളുണ്ട്. താങ്കൾ ഈ പകുതി പറഞ്ഞു നിർത്തിയത് കൊണ്ടാണ്. നമ്മുടെ ഇതിന്റെ ഭാഗമായി സഖാക്കൾക്ക് ഹരിയാനയിലെ ജയിലിൽ കൊണ്ട് 8 മണിക്കൂർ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ഇട്ടു. ഇവിടുത്തെ ഇന്ന് ഈ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന അക്രമത്തിന്റെ പേരിൽ അവരെ എന്ത് ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്? എന്ത് പീഡനമാണ് അവരെ കാത്തിരിക്കുന്നത്? മറ്റ് കാര്യങ്ങളിൽ പാർട്ടി നിയമസഹായം ചെയ്യുന്ന പോലെ നിയമസഹായം ചെയ്ത് കുടുംബത്തെ പരിപാലിച്ച് അവരുടെ കൂടെ നിൽക്കാൻ പാർട്ടിക്ക് കഴിയുമോ? ഇത്തരത്തിലുള്ള എല്ലാം വിശാലമായ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾ ആദ്യം സൂചിപ്പിച്ച യാഥാർത്ഥ്യബോധം, റിയലിസം, റാഡിക്കൽ റിയലിസം, വിപ്ലവകരമായ യാഥാർത്ഥ്യബോധം, വെറും ഭീരുക്കളുടെ യാഥാർത്ഥ്യബോധമല്ല വേണ്ടത്. നമ്മളുടെ ശക്തി അറിഞ്ഞ്, അവരുടെ ശക്തി അറിഞ്ഞ്, നമ്മളുടെ കുറഞ്ഞ ശക്തി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യബോധം. അതാണ് ആട്ടം. ആ ആട്ടത്തിന് ഇവർ ചെയ്യണമെങ്കിൽ ആദ്യം രാഷ്ട്രീയം സംശുദ്ധമായിരിക്കണം. ആ രാഷ്ട്രീയം സംശുദ്ധമായിരിക്കണം. വ്യക്തിപൂജ ഉപേക്ഷിക്കണം. എന്നിട്ട് ഇന്ത്യയിലെ മുഖ്യ ശത്രു കേരളത്തിലെയും മുഖ്യ ശത്രുവാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കണം. ആദ്യം കേരളത്തിൽ കോൺഗ്രസും സതീശനും ആണ് മുഖ്യ ശത്രു എന്നുള്ള മട്ടിൽ രാഷ്ട്രീയം ഇനിയും കൊണ്ടുപോയാൽ അത് BJP കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാവുന്നതിലേക്ക് കാലക്രമേണ കേരളത്തിലെ
ഭരണകക്ഷിയാവുന്നതിലേക്ക് നയിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ജനകീയ പ്രസ്ഥാനത്തിനുമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാവും. സോവിയറ്റ് യൂണിയന്റെ പതനം പോലെ ഇത് കൃത്യമായി നമ്മൾ അതാണ് നമ്മൾ ബംഗാളിൽ നിന്ന് കണ്ടത്. അങ്ങനെ അതിനുള്ള ചിന്താശേഷി. പക്ഷേ ഞാനിപ്പോ ഒരു കാര്യം എന്നോട് പറയാൻ, ഇത്രയും പറയാൻ കാരണം അതും പറയാം, ഇത് CPM-നെ കുറിച്ച് മാത്രം താങ്കൾ ചർച്ച നയിച്ചത് കൊണ്ടാണ്. എന്നാൽ കുറ്റകരമായ കോൺഗ്രസിന്റെ ഇന്നലത്തെ പ്രകടനം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു പിണറായി മട്ടിലുള്ള മാധ്യമങ്ങളോടുള്ള പറയാൻ അനുവദിക്കണം. ഒരു വിഷയം തുടങ്ങിയാൽ പറയാൻ അനുവദിക്കണം, പിന്നീട് എത്ര വേണമെങ്കിൽ പറഞ്ഞുകൊള്ളൂ. താങ്കൾക്ക് തുടർന്ന് പറഞ്ഞു അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നവർക്ക്, കുറച്ചുപേരെ കേൾക്കുന്നുള്ളൂ, അവർക്ക് ക്ലിയർ ആയിരിക്കണം. മുഖ്യമന്ത്രിയുടെ മൗനം വെറും ഒരു ഇവന്റ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. അത് ഇന്ത്യയിൽ കേരളത്തിലെ ഒരു പുതിയ നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രി, അതിൽ ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്ന നെഹ്റുവിന്റെ ശിഷ്യൻ, അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്ര വലിയ പ്രകടമായ ഒരു ഫാസിസ്റ്റ് റെയ്ഡ് നടത്തിയിട്ട് അതിനെപ്പറ്റി മിണ്ടാതെ നടക്കുന്നത് എന്തോ വലിയ മിടുക്കാണെന്നോ അല്ലെങ്കിൽ വലിയ അടവാണെന്നോ ധരിക്കും. അവിടെയാണ് താങ്കൾ, നമുക്കൊക്കെ, എനിക്കും താങ്കൾക്കും ഒക്കെ തെറ്റുന്നത്. അദ്ദേഹം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ, അദ്ദേഹമാണല്ലോ ഇതിന്റെ ഈ റെയ്ഡ് സംസ്കാരമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കാണുമായിരുന്നു. അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിന്റെ ഞാൻ കാണുന്നത്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ശ്രീ അമിത്ഷാ വളരെ പരുക്കനായി സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മൗനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പറയുന്നത് ആ ഷോക്കിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നാൽ ദൈനംദിന റിപ്പോർട്ടുകളുടെ കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ റിപ്പോർട്ടിംഗ് അല്ല, എന്താണ് ഒരു ഞാൻ പറഞ്ഞത് ഇതാണ് രാഷ്ട്രീയമായി ഉദ്ദേശിക്കുന്ന ഒരു നോർമൽ റെസ്പോൺസ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റെയ്ഡ് നടത്തുന്ന മെയിൻ ആളെ കണ്ടിട്ട് വരുമ്പോൾ അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം വെച്ചാൽ അതുകൊണ്ട് കാര്യമില്ല, അതൊക്കെ സാധ്യതയൊക്കെ വേറെ കാര്യം. പൊതുജനങ്ങൾ അത് കാണുന്നത് കുറ്റകരമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി. നമ്മൾ തന്നെ പറയുന്നുണ്ട് ഈ ഇന്നത്തെ സിറ്റുവേഷൻ വളരെ വളരെ അബ്നോർമൽ ആയുള്ള സിറ്റുവേഷൻ. ഞാൻ പറയുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ താങ്കൾ എന്നെ പറയാൻ അനുവദിക്കണം. താങ്കൾ സതീശൻ വിമർശനം വരുമ്പോൾ ഇടപെടുന്നത് താങ്കളുടെ 30 മിനിറ്റ് രണ്ട് പാർട്ടാക്കിക്കോളൂ. എന്നാലും ഇത് പറയണം. സതീശനോട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും. രണ്ട് കാര്യങ്ങൾ സതീശൻ വ്യക്തമാണ്. അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് വ്യക്തമാക്കേണ്ടത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയണം. രണ്ട്, അദ്ദേഹം ആഭ്യന്തര നയം എന്താണെന്ന് രമേശ് ചെന്നിത്തലയെ കൊണ്ട് പറയിപ്പിക്കണം. ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ പ്രകടനം ഇത്ര ദയനീയമായിരുന്നു താങ്കൾക്കറിയാമോ? ഒരു ആഭ്യന്തര മന്ത്രിക്ക് ഒരു വിവരവും ഇല്ലാതെ തികച്ചും പരാജയമായിരുന്നു അദ്ദേഹം. പറഞ്ഞു. ഇത് പറയാതിരിക്കുന്നത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ദയവായി അദ്ദേഹം 9 മണിക്ക് ഞാൻ CM-നെ കാണുമ്പോൾ അദ്ദേഹത്തിന് പോലും ടിവിയിൽ നിന്നുള്ള വിവരമാണ് ഉള്ളത്. അറിയണമെന്നല്ല ചെറിയാൻ പറയുന്നത്, അറിയണമെന്നില്ല. പക്ഷെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് പറയണം. അറിഞ്ഞോ അറിയില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അത് പറയാനില്ലാത്ത, അത് പറയാനുള്ള ധാർമ്മിക ധൈര്യമില്ലാത്ത, ധാർമ്മിക ബലം വേണം. അദ്ദേഹത്തെ നമുക്ക് സുഖിപ്പിക്കേണ്ട കാര്യമില്ല. സുഖിപ്പിക്കുന്നില്ല. അദ്ദേഹം CM ആയിട്ട് ഒരാഴ്ചയായുള്ളൂ. അതുകൊണ്ട് കാര്യമുണ്ട്. താങ്കൾ വെറുതെ അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. താങ്കൾ കൊടുത്തു സംഗതിയല്ല. ഇത് വളരെ സീരിയസ്, താങ്കൾ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. അത് അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കണം. പിണറായിയായിട്ട് കതറിട്ട പിണറായിയായിട്ട് ഭരിക്കാൻ കഴിയില്ല. കതറിട്ട പിണറായിയായി നെഹ്റുവിന്റെ പേരുപയോഗിച്ച് മൗനം ഭജിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നില്ല. അതിന്റെ
അതൊക്കെ അങ്ങനെയാണെങ്കിൽ അത്രേ ഉള്ളൂ. സഹാക്കന്മാരെ സോഷ്യൽ മീഡിയ പറയുന്ന സംഗതിയാണ്. അതിൽ കൂടെ ഒന്നും പറയാം എനിക്ക് പറയാം. സോഷ്യൽ മീഡിയയിലല്ല, ഞാൻ എന്റെ അഭിപ്രായം പറയും. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണെന്നോ എനിക്ക്. സാർ പ്ലീസ്, നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യുന്നുണ്ട്. അന്നത്തെ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്നത് വളരെ സീരിയസ് ആണ്. ഞാൻ ഇന്നലെ ഗുജറാത്തി എൻ്റെ ഫ്രണ്ട് എക്സ്പ്രസ്സിലെ അദ്ദേഹം വിളിച്ചിരുന്നു ഒരു ഡിസ്കഷനിൽ. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞത് ഇന്നലെ കാണിച്ചത് ശ്രീ അമിത്ഷായും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഭരിക്കുന്ന BJP കേരളത്തോട് പറഞ്ഞത് നിങ്ങൾ ആരെ വേണേലും ഇലക്ട് ചെയ്തോ, പക്ഷെ ഞങ്ങളാണ് മേധാവി, ഞങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജ് കൊണ്ടുവരാം. നമ്മൾ മനസ്സിലാക്കണം. അത് എന്നിട്ട് 6-7 ഇടങ്ങളിൽ ചെയ്തിട്ട് അവർക്ക് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പറയട്ടെ സർ. ശ്രീമതി വിജയനെയും ശ്രീ കർത്തായെയും ഒക്കെ അറസ്റ്റ് ചെയ്തതിനെ ഇന്നലെ അവർ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കാനുള്ള കാരണം അവർക്ക് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് സെക്രട്ടറി. പക്ഷെ ഒരു മെസ്സേജാണ്, ഞങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ ആരെ വേണേലും ഇലക്ട് ചെയ്തോളൂ, പക്ഷെ തീരുമാനിക്കും എന്താണ് അജണ്ട നിങ്ങളുടെ സർക്കാരിന്റെ. ഞാൻ പറഞ്ഞതിൽ നിന്ന്, താങ്കളുമായി ഈ കാര്യത്തിൽ വളരെ ശക്തമായി പറഞ്ഞതിൽ നിന്ന്, കോൺഗ്രസ് ഒരു ഗൂഢാലോചനയിൽ സതീശൻ പങ്കാളിയാണെന്ന CPM ആരോപണത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് താങ്കൾ മറക്കണ്ട. ഞാനിത് പറയുന്നത് കോൺഗ്രസും BJPയും കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണെന്ന CPM പ്രചരണത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പറയാനുള്ള ഉത്തരവാദിത്വം, രാഷ്ട്രീയം പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അതല്ലേ, അത് എത്രയും വേഗം അദ്ദേഹം ഉപയോഗിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കേരളത്തിന്റെ ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. അത് എത്രയും വേഗം ക്ലിയർ ആകട്ടെ എന്നുള്ള ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.